ജിന്നും മലക്കും അഭൗതികമാണ് എന്ന് ചില ആളുകൾ പറഞ്ഞു വെച്ചപ്പോൾ ഉണ്ടായ ചില അപകടങ്ങൾ. അപ്പൊ ജിന്ന് കാണും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാവും. മലക്കുകൾ കാണും, കേൾക്കും, സഹായിക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കാവും അവരെ വീക്ഷണപ്രകാരം. മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോട് മനുഷ്യൻ നടത്തുന്ന സഹായാർത്ഥനകളിൽ ശിർക്കായതും വസിയത്തു ശിർക്കായവയും ഉണ്ട്. അതിനാൽ എല്ലാം ഹറാമാകുന്നു. 3 ഭാഗങ്ങളായിട്ട്. ഒന്നാമത്തത് എന്താ? ഒരാൾ ഒരു ശബ്ദം കേൾക്കുകയാണ്, വിജനപ്രദേശത്തോ അല്ലെങ്കിൽ കൂരിരുട്ടിലോ എവിടെയാകട്ടെ ഒരു ശബ്ദം കേൾക്കുകയാണ്. പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ശബ്ദം കേൾക്കുകയാണ് ഒരാൾ. അതാണ് ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തതോ ആ ശബ്ദത്തിന്റെ ഉടമ ആരാണ് എന്നുള്ളത് ചിന്തിക്കുകയാണ്. ആ ശബ്ദത്തിന്റെ ഉടമ ആരാണ് എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം സങ്കല്പിച്ച് അത് ഒരു സൃഷ്ടിയാണ്, അത് ഒന്നെങ്കിൽ എന്താകാം, ജിന്നാകാം. അല്ല, അവിടെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് അവിടെ ജിന്നായിരിക്കും എന്ന് വിചാരിക്കാൻ നമ്മളാരും ജീവിതത്തിൽ ജിന്നിന്റെ ശബ്ദം കേട്ടിട്ടില്ല. നമ്മളാരും ജീവിതത്തിൽ ഇന്നേ വരെ ജിന്നിന്റെ ശബ്ദം കേട്ടിട്ടില്ല. അങ്ങനെ ആണെങ്കിലല്ലേ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ജിന്നാവെന്ന് വിചാരിക്കുക. അത് ഒന്നെങ്കിൽ എന്താകാം, ജിന്നാകാം. അല്ല, അവിടെ ശബ്ദം കേൾക്കുമ്പോഴേക്ക് അവിടെ ജിന്നായിരിക്കും എന്ന് വിചാരിക്കാൻ നമ്മളാരും ജീവിതത്തിൽ ജിന്നിന്റെ ശബ്ദം കേട്ടിട്ടില്ല. നമ്മളാരും ജീവിതത്തിൽ ഇന്നേ വരെ ജിന്നിന്റെ ശബ്ദം കേട്ടിട്ടില്ല. അങ്ങനെ ആണെങ്കിലല്ലേ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ജിന്നാവെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ മലക്കാകാം. ആ സൃഷ്ടിയോട് എനിക്ക് വെളിച്ചം നൽകണേ എന്ന സഹായം ചോദിക്കലാണ് മൂന്നാമത്തേത്. 3 കാര്യമാണ് അവിടെ നടക്കുന്നത്. എന്തേ ഇത് പക്ഷിയാവെന്ന് വിചാരിക്കാത്തത്? എന്തേ മൃഗമാവെന്ന് വിചാരിക്കാത്തത്? അതെന്തേ എനിക്ക് തോന്നണമെന്ന് വിചാരിക്കാത്തത്? എന്തേ ഞാൻ കാണാത്തത് മനുഷ്യനപ്പുറത്തുണ്ടാവും വിചാരിക്കാത്തത്? 1, ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. 2, ആ ശബ്ദത്തിന്റെ ഉടമ ആരാണ് എന്നുള്ള വിഷയം അദ്ദേഹം ചിന്തിക്കുന്നുണ്ട്, സങ്കല്പിക്കുന്നുണ്ട്. 3-മത്തെ കാര്യം, ആ ശബ്ദത്തിന്റെ ഉടമയോടാണ് ആ ചോദ്യം ചോദിക്കുന്നത്. അവിടെ വേറെ ചില അസുഖങ്ങളാണ്. അത് വേറെ ചില അസുഖങ്ങൾ. ശബ്ദം കേൾക്കുമ്പോഴേക്ക് ജിന്നായിരിക്കുന്നു വിചാരിച്ചു എന്ന് പറഞ്ഞാൽ ആ വിചാരത്തിലാണ് ട്രീറ്റ്മെന്റ് വേണ്ടത്. അങ്ങനെ ഒരാൾ ചോദിച്ചാൽ അത് ജിന്നാണ് എന്ന് കരുതി, അത് മലക്കാണ് എന്ന് കരുതി അത് ചോദിച്ചാൽ അതിൽ ശിർക്ക് വരുന്നില്ല, അഭൗതികത വരുന്നില്ല, കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ഒരു ചോദ്യം വരുന്നില്ല എന്നുള്ള വിഷയം അത് സമർത്ഥിക്കാൻ തന്നെയാണ് മുജാഹിദുകൾ ഇവിടെ ആ 2-മത്തെ സെഷനിൽ സമയം ചെലവഴിച്ചു. ഞങ്ങളൊക്കെ ശബ്ദം കേട്ടാൽ ആദ്യം വിചാരിക്കൽ മനുഷ്യന്മാരായിരിക്കുന്ന ഒരാളും കാണുന്നില്ല, എന്നാ വല്ല പക്ഷികളോ മൃഗങ്ങളോ ഒക്കെ ആയിരിക്കുന്ന കാര്യം. അതും കാണുന്നില്ല, എന്നാ ഒരു പക്ഷെ തോന്നിയിലായിരിക്കും. ശബ്ദം ഒന്നും ഉണ്ടാകും, ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കും വല്ലതും കേൾക്കുന്നുണ്ടോന്ന്. അല്ലാതെ ആദ്യം തന്നെ ശബ്ദം കേൾക്കുമ്പോഴേക്കും ജിന്നാവെന്ന് വിചാരിച്ചിട്ട് എന്നെ സഹായിക്കുമോ എന്ന് ചോദിക്കാൻ നിൽക്കുന്നില്ല. അങ്ങനെ ചോദിക്കാൻ പാടുമില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ ചോദ്യത്തിൽ നിൽക്കില്ല, അതിനപ്പുറത്തേക്ക് പോകും. നിങ്ങൾ തൗഹീദിൽ നിന്ന് തെറ്റിപ്പോകാൻ ആ ഒരു മനസ്സിന്റെ തോന്നൽ തന്നെ കാരണമായി മാറും. ബഹുമാനപ്പെട്ട ഫൈസൽ മുസ്ലിയാർ, അന്ന് താങ്കൾ ആ ലേഖനം തന്നെ ഒന്ന് വായിച്ചു. ഇതാണ് ഇസ്ലാഹി മാസിക 2007 ഏപ്രിൽ. അതിന്റെ 42-മത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു, ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല, ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്, 100% ശരിയാണ്. 2007 ഏപ്രിൽ മാസത്തിൽ ഇസ്ലാഹി മാസിക.